ഇനി ലൈവ് റിപ്പോർട്ട്സ് പോകുന്നത് കണ്ണൂരിലേക്കാണ്. UDF ഭരണത്തിലെത്തിയ കണ്ണൂർ കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കം. സ്ഥിരം സമിതിയിലേക്ക് ഒറ്റയ്ക്ക് പത്രിക നൽകാൻ തയ്യാറെടുക്കുകയാണ് മുസ്ലിം ലീഗ്. ഇതോടുകൂടി ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നിർണായകമായി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എന്തായാലും ഒറ്റയ്ക്ക് പത്രിക നൽകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇന്ന് കാര്യങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാകും എന്നുള്ളതാണോ? തീർച്ചയായും രാജി, നമുക്കറിയാം കോൺഗ്രസിന് UDF വ്യക്തമായ ആധിപത്യമുള്ളൊരു സ്ഥലമാണ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് UDF തന്നെ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കോൺഗ്രസും ലീഗും തമ്മിലാണ് ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ടേമിൽ 5-2 എന്നീ നിലയിലായിരുന്നു UDF ഈ സ്റ്റാൻഡിംഗ് കൗൺസിലിലെ വീതം വെപ്പുണ്ടായിരുന്നത്. അതായത് 2 സീറ്റ് ലീഗിനും 5 എണ്ണം കോൺഗ്രസിനും എന്നുള്ള രീതിയിലായിരുന്നു. ഇത്തവണ അത് വന്നപ്പോഴേക്കും 4-3 എന്നുള്ള തരത്തിലേക്ക് വീതം വയ്ക്കണമെന്നൊരു ആവശ്യമാണ് ലീഗ് ഉന്നയിച്ചത്. എന്നാൽ കോൺഗ്രസ് അതിന് തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം K. സുധാകരൻ MP നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും അത് തീരുമാനമായില്ല. ഇതോടുകൂടിയാണ് അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് തനിച്ച് മത്സരിച്ചോളൂ എന്നൊരു കാര്യമാണ് ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ഥിരം സമിതിയിലേക്ക് ലീഗ് ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു കോർപ്പറേഷനിലാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ലീഗും തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ലീഗ് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലും ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. 11 മണിയോടുകൂടി കണ്ണൂർ കോർപ്പറേഷന്റെ ഹാളിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിനുള്ളിലെ അല്ലെങ്കിൽ UDF ഒരു പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. രാഖി, മിഥുൻ, എന്തായാലും കണ്ണൂരിൽ UDF പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കലങ്ങിമറിയാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിയുന്നത് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് പത്രിക നൽകാനാണ്, അതായത് സ്ഥിരം സമിതിയിലേക്ക് ഒറ്റയ്ക്ക് പത്രിക നൽകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇതോടുകൂടി ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നു എന്നുള്ളതാണ്.